ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നോമ്പുകാലത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ചയാണ്. സഭ നമ്മെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പരീക്ഷണത്തെയും പാപത്തെയും ജയിച്ച രണ്ടാം ആദമായ ക്രിസ്തുവിനെ അനുകരിക്കാൻ ക്ഷണിക്കുന്നു. പിതാവിൻ്റെ ഇഷ്ടത്തോടുള്ള തൻ്റെ അനുസരണയിലൂടെ ക്രിസ്തു ലോകത്തെ പുതുക്കി പണിതു. അതുകൊണ്ട് തന്നെ ഈ കാലം വലിയ നിയന്ത്രണവും ധൈര്യവും ജാഗ്രതയും ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസവും നമ്മോട് ആവശ്യപ്പെടുന്നു. ഇന്നത്തെ ആദ്യ വായന നമ്മുടെ രക്ഷാകര ചരിത്രത്തിൻ്റെ തുടക്കത്തെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ആദി മാതാപിതാക്കളുടെ അനുസരണക്കേടിലൂടെ നാം എല്ലാവരും പരീക്ഷണത്തിനും മൂലപാപത്തിനും വിധേയരായി. അതിൻ്റെ ഫലമായി നാം പാപത്തിൻ്റെ മക്കളായി. വിശുദ്ധ അഗസ്റ്റിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ സാമൂഹിക ശാപം അല്ലെങ്കിൽ സാമൂഹിക നാശം എന്ന് വിളിക്കുന്ന അവസ്ഥയിലേക്ക് മനുഷ്യരാശി വീണു. ഈ വായനയിൽ നിന്ന് വ്യക്തമാണ്, പരീക്ഷണം സ്വയം ഒരു പാപമല്ല. പാപമെന്നത് നമ്മുടെ സൃഷ്ടാവിനെതിരായ ഗുരുതരമായ അനുസരണക്കേടും സൃഷ്ടിയിലെ സ്വാഭാവിക ക്രമത്തിന്റെ ലംഘനവുമാണ്. അവസാനമായി സാത്താനോട് വഴങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ആദ്യ മാതാവായ ഹവ്വ കടന്നുപോയ ഘട്ടങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. സ്ത്രീ കണ്ടു, ആ വൃക്ഷത്തിന്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാന് കഴിയുമെന്നതിനാലാണ് അഭികാമ്യം ആണെന്ന് കണ്ട് അവളത് പറിച്ചു തിന്നത്. ഇതാണ് നമ്മുടെ ദൈനംദിന പോരാട്ടത്തിന്റെ സ്വഭാവം. ഓരോ ദിവസവും തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന ഈഗോ എന്ന് പറയപ്പെടുന്ന ആന്തരിക പ്രേരണകളുടെ പ്രശ്നമാണിത്. നമ്മിൽ പലരും ജ്ഞാനാന്വേഷണത്തിൽ അത്രയും മുഴുകിപ്പോകുന്നു. അതിനാൽ ദൈവത്തിന്റെ ഇഷ്ടത്തിനും കൽപ്പനകൾക്കും വിരുദ്ധമായി പോകാനും തയ്യാറാകുന്നു. എന്നാൽ ദുഷ്ടന്റെ പ്രലോഭനങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കാൻ നാം ജാഗ്രത പാലിക്കണം. രണ്ടാം വായനയിൽ പൗലോസ് പാപത്തിന്റെ ഫലത്തെ അദ്ദേഹം ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നു. എല്ലാവരും പാപം ചെയ്തതിനാൽ മരണം മനുഷ്യരാശിയിലുടനീളം വ്യാപിച്ചു. അതായത് പാപം ജീവിതത്തെ തകർക്കുകയും മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അത് ഭയം, നിരാശ, ലജ്ജ എന്നിവയെ ഉണ്ടാക്കുന്നു. ആദ്യ മാതാപിതാക്കൾ പഴം തിന്നപ്പോൾ അവരുടെ കണ്ണു തുറന്നു. എന്നാൽ അടുത്ത നിമിഷം അവർ മനസ്സിലാക്കി അത് പകുതി സത്യം മാത്രമായിരുന്നുവെന്ന്. അർദ്ധസത്യം നുണയേക്കാൾ അപകടകാരിയാകാം. അവരുടെ കണ്ണു തുറന്നു, അഥവാ അവർക്ക് പുതിയൊരു അറിവും അതിലൂടെ പുതിയൊരു അവബോധവും ലഭിച്ചു. തങ്ങൾ നഗ്നരാണെന്ന് ലഭിച്ച പുതിയ അറിവ്, നഗ്നരായിരിക്കുക എന്ന അവസ്ഥയിൽ നിന്ന് തങ്ങൾ നഗ്നരാണെന്ന അറിവിലേക്ക് അവരുടെ കണ്ണു തുറന്നപ്പോൾ അവർക്കുണ്ടായത് സന്തോഷമല്ല, ലജ്ജയാണ്. ഇതുവരെ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ സ്വതന്ത്രരായി ഇടപെട്ടിരുന്നവർക്ക് ഇപ്പോൾ പരസ്പരം നോക്കാൻ മടി, കാണാൻ മടി. അത്തിയിലകൾ കൂട്ടിത്തുന്നി അരക്കച്ചയുണ്ടാക്കി നാണം മറയ്ക്കാൻ നടക്കുന്ന വൃദ്ധശ്രമം ഭയത്തിന്റെ ഉറവിടത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു. എന്നിരുന്നാലും പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ക്രിസ്തുവിൽ നിന്നൊഴുകുന്ന ദൈവിക കൃപ നമ്മെ രക്ഷിക്കുകയും നീതീകരിക്കുകയും ചെയ്യുന്നു. നാം അവനിൽ നിലകൊള്ളുന്നുവെങ്കിൽ പരീക്ഷണത്തെയും പാപത്തെയും ജയിക്കാൻ വേണ്ട ശക്തിയും കൃപയും നമുക്ക് ലഭിക്കും. അതിനാൽ നോമ്പ് കാലം കൃപയുടെ കാലമാണ്. സുവിശേഷം നമ്മെ ഓരോ ദിവസവും കടന്നു പോകുന്ന പരീക്ഷണങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അതായത് നാം ദിവസേന നേരിടുന്ന പ്രലോഭനങ്ങളെ. ആത്മാവായ പിശാച് നമുക്ക് ചുറ്റും ആവശ്യമുള്ളത് എന്താണെന്ന് പലപ്പോഴും അറിയുന്നു. അതിനാൽ ക്രിസ്തുവിനെ പോലെ തന്നെയാണ് അവൻ നന്മയും അതിലൂടെ പ്രലോഭിക്കുന്നത്. നമുക്ക് വിശപ്പുണ്ടെങ്കിൽ ഭക്ഷണത്തിലൂടെ, ദാഹമുണ്ടെങ്കിൽ പാനീയങ്ങളിലൂടെ, അധികാരം ഇഷ്ടമാണെങ്കിൽ അധികാരത്തിലൂടെ. നിനക്ക് പണം വേണമെങ്കിൽ
മറ്റുള്ളവരിൽ നിന്ന് മോഷ്ടിക്കാൻ അവൻ പ്രലോഭിക്കുന്നു. ജോലി ആവശ്യമാണെങ്കിൽ ജോലി നേടാൻ കൈക്കൂലി നൽകാൻ അവൻ പ്രേരിപ്പിക്കുന്നു. മാർക്കിനായി അത്യാഗ്രഹമുള്ളവനാകയാൽ പരീക്ഷയിൽ ചതിക്കാൻ അവൻ പ്രലോഭിക്കുന്നു. ഒരാൾ ഒരു പ്രലോഭനത്തിൽ വീണാൽ അവസാനത്തിൽ നാശത്തിലേക്ക് എത്തുന്നതുവരെ അവൻ നമ്മെ അടുത്തതിലേക്കും തുടർന്നും അടുത്തതിലേക്കും അവൻ നമ്മെ നയിച്ചുകൊണ്ടിരിക്കും. അവൻ വളരെ സൂക്ഷ്മനും മുന്നേറുന്നതിൽ വിദഗ്ധനുമാണ്. യേശു സാത്താനെയും അവന്റെ പ്രലോഭനങ്ങളെയും എങ്ങനെ ജയിച്ചു? മുൻകൂട്ടി തന്നെ സ്വയം ആത്മീയമായി ശക്തിപ്പെടുത്തിയതിനാലാണ് അവൻ ജയിച്ചത്. ആഗ്രഹങ്ങളുടെയും അഭിലാഷങ്ങളുടെയും ആകാംക്ഷയെ അവൻ നിയന്ത്രിച്ചു. ഏറ്റവും പ്രധാനമായി സാത്താനോടും അവന്റെ പ്രലോഭനങ്ങളോടുമുള്ള പോരാട്ടത്തിൽ അവൻ ഒറ്റയാളായിരുന്നില്ല. പരിശുദ്ധാത്മാവ് അവനോടൊപ്പം ഉണ്ടായിരുന്നു. പ്രാർത്ഥനയിലും ഉപവാസത്തിലൂടെയും അവൻ ജയിച്ചു. അതുകൊണ്ട് ഈ നോമ്പ് കാലത്തും അതിനുശേഷവും നാം അന്തിമയാത്രയ്ക്കായി സ്വയം തയ്യാറാകാം. ദുഷ്ടന്റെ പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കാൻ പ്രാർത്ഥനയെ ഉറച്ചു നിൽക്കുകയും ജാഗ്രത പാലിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.